സോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഗായ്സ്. ഫസ്റ്റ് തുടക്കം തന്നെ നമ്മുടെ വില്ലേജിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പക്ഷേ ഏറ്റവും ശ്രദ്ധിച്ചത് ഒരു മൂഡ് കാരണമാണ്. പക്ഷേ ഈ നമ്മളെ വില്ലേജിനെ കടന്നു തുടങ്ങുമ്പോൾ നോക്കുമ്പോൾ കണ്ണ് തുറന്നാണ്ടല്ലോ ഒരു കടന്നുറങ്ങുക. പക്ഷെ ഈ ഒരു മോഡ് കാരണം ഇപ്പോൾ ഒരു കണ്ണടച്ചാണ്ട് ഉറങ്ങുന്നത്, അതും കൂർക്കം വലിച്ചാണ്ട്. സൗണ്ടൊന്നും കേൾക്കില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ മുഖഭാവം ഇങ്ങനെ മാറും. കൂർക്കം വലിച്ച കാര്യം ഇങ്ങനെ കാണിച്ചാൽ ഞാൻ അതുകൊണ്ട് നിന്ന് പുറത്താണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് പോകാൻ ഈ ഒരു സ്ഥലത്ത് നിന്ന് പോകാൻ അല്ലെ നമുക്ക് ഇവിടെ നിന്ന് മൂടിയൊക്കെ, കാരണം ചിലപ്പോൾ സോംബിയോ കുട്ടി സോംബിയൊക്കെ അവിടെ വന്നാലോ. കാരണം കുട്ടി സോംബിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നല്ലോ ഗൈസ്. കയറിയ പിന്നെ അവിടെ ഇരുത്തേ കയറാം നമുക്ക്. നമുക്കിപ്പോൾ എന്താ നമുക്ക് നമ്മളെ പേരുണ്ടാക്കാം. എന്താ ചെയ്യുക, നമുക്ക് വേറെ ബ്ലോക്കുകളൊക്കെ വേണം. ബ്ലോക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ മൈൻ ചെയ്യണം. മൈൻ ചെയ്താലേ നമുക്ക് ഇവിടെ വേറെ എന്തെല്ലാം കൂട്ടുക. കറണ്ട് പോയി വന്നത്, കറണ്ട് പോയി. ഇതിപ്പോഴുള്ള സ്മെൽറ്റേക്ക് എത്രക്ക് ഇതിലുള്ളൊന്നുമില്ല. കറണ്ട് വന്ന് ഏത് ഭാഗത്ത് നമുക്ക് ഡോർ വെക്കാം? ഈ ഒരു ഭാഗത്ത് വെക്കാം അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ പോവാം, ഇവിടെ നിന്ന് ഇങ്ങനെ വരാം. ഓക്കെ, ഈ ഒരു ഭാഗത്ത് ബ്ലോക്ക്, ഈ ഒരു ഭാഗത്ത് ബ്ലോക്ക്, ഈ ഒരു ഭാഗത്ത് ബ്ലോക്ക്, പിന്നെ ഈ ഭാഗത്ത് ഈ ബ്ലോക്ക് അല്ലാണ്ട് നമുക്ക് ഈ ബ്ലോക്ക് തന്നെ വേണ്ടത്. ഇവിടെ ഈ ഒരു ബ്ലോക്ക് തന്നെ വേണ്ടത്. ഈ ഒരു ബ്ലോക്ക് ഇവിടെ, ഈ ഒരു ബ്ലോക്ക്, ഈ ഒരു ഇത് ഇവിടെ, ഇവിടെ പുറത്ത് നോക്കുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ ഓക്കെ ആണെന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെ ഇതാക്കിയ രസം ഉണ്ടാകുമോന്നില്ല, ചെറിയില്ല, എന്നാലും നോക്കാം. എന്താണ് ഈ ഒരു ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ, ഇതല്ല ലേഗ് അടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമില്ല. എന്തോ ഒരു ഇതുപോലെ ഇവിടെ ഇതേമാതിരി ഒക്കെ നമുക്ക് ഇവിടെ അങ്ങനെ, ഇവിടെ അങ്ങനെ,
ഇവിടെ ഈ ഒരു ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ ഇവിടെ ഈ ബ്ലോക്ക് ഇവിടെ ഈ ബ്ലോക്ക് വെച്ചാൽ അതെന്ത് പണ്ടായത് പോയി തെറിച്ചു പോയതാണോ അല്ല പോയതോ എന്തിനാവട്ടെ നമുക്കിപ്പോൾ അതൊന്നുമല്ലല്ലോ പ്രധാനം നമുക്കിവിടെ വീടുണ്ടാക്കലാണ് പ്രധാനം ഇവിടെ ഈ ബ്ലോക്ക് വെച്ചാണ്ട് ഇവിടെ അങ്ങനെ ഡോറ് വാങ്ങും അപ്പോൾ ഗൈസ് ഡോറ് നമുക്ക് ഒന്നേ വെക്കാനായിട്ടുള്ളൂ ഒന്ന് 2 വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം കാണില്ല അതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്ക് 2 ഭാഗത്തും ഈ 2 മരച്ചെടീൻ്റെ ഇതില്ലേ എന്താ പറയാനൊരു ഇതില്ല കേസ് ഒരു മൂഡ് ഇതില്ല എന്തൊക്കെ വരുത് ഈ ഒരു വുഡിലാണ് ഈ ഒരു ഭാഗത്ത് വെക്കേണ്ടി വരും ഈ ഒരു ഭാഗത്തും അതേമാതിരി ഈ ഒരു ബ്ലോക്ക് ഈ ഒരു മരത്തിൻ്റെ ബ്ലോക്ക് ഇവിടെയും വെക്കുക അപ്പോൾ നോക്കുമ്പോൾ 2 ഡോറ് വരാൻ സാധ്യത ഇല്ല തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ടാണ് പോണത് ഈ 2 മരത്തിൻ്റെ തൂണും അത് അങ്ങോട്ടും ഇത് ഇങ്ങോട്ടും വെച്ചാൽ ചിലപ്പോൾ നടുക്കൊരു ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട് വീണ്ടും ഒരു ഡോർ തന്നെ വെക്കേണ്ടി വരും എന്നാൽ അത് മാറ്റി ഈ ഒരു ഭാഗത്ത് മാത്രം മരം വെച്ചാണ്ട് അതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അയ്യോ ഇങ്ങനെയല്ല ഫസ്റ്റ് കടന്നുറങ്ങട്ടെ കടന്നുറങ്ങണം നമുക്ക് അപ്പോൾ നമ്മൾ കടന്നുറങ്ങി കഴിഞ്ഞ് നമ്മൾ ഇത് ഇങ്ങനെ തന്നെ കേട്ടോ ഒരു ഡോറൊക്കെ മതി തന്നെ എന്താണെന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തുനിന്ന് മാറ്റാൻ പറ്റില്ല ഈ മരത്തിലെ ഈ തൂണ് വുഡിൻ്റെ ഈ തൂണ് മാറ്റാൻ പറ്റില്ല കാരണം ഇത് രണ്ടും ഇങ്ങോട്ട് നീക്കി വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ ഭാഗത്തേക്ക് നീക്കി വെച്ചാൽ വീണ്ടും ഒരു വാതിൽ തന്നെ വെക്കാൻ പറ്റുള്ളൂ ഇനി അങ്ങനെ അല്ലാതെ ഈ ഒരു മാസത്തെ ഈ 2 ഭാഗത്തെ ഈ തൂണ് ഇങ്ങോട്ട് നീക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇങ്ങനെയും മണ്ണെയും മതിൽ പോലത്തല്ലേ പേരൻ്റേത് അത് ഒരു ഭാഗം കൂടിയോണ്ട് ഒരു ഭാഗം കുറഞ്ഞുകൊണ്ടേക്കരം അങ്ങനെ ആകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല ഒക്കെ ഒരേ അളവിൽ വരണം അപ്പോഴേ ഒരു ഇതുണ്ടാവുള്ളൂ അപ്പോൾ അതിട്ട് നമുക്ക് ഇതിങ്ങനെയൊക്കെ കറക്റ്റല്ലേ കറക്റ്റാണ് ഇനി നമുക്ക് ജനൽ ഭാഗം വരണം ജനൽ ഭാഗം വരുമ്പോഴേ നമുക്ക് 2 ഭാഗം ഇങ്ങനെ ഇതാക്കി 2 3 ഭാഗം ഒന്ന് മാറ്റിയേക്കാം ഇവിടെ അതേമാതിരി ഈ ഒരു മൂലയും ഇതാക്കിയേക്കാം
അപ്പം ഈ ഒരു ഭാഗം ചെയ്ത മാതിരി ഈ ഒരു മൂന്ന് ഭാഗത്ത് മൂന്നല്ല മൂന്നില്ല 1 2 3 മൂന്ന് ഭാഗത്താക്കി വെച്ചിട്ട് അപ്പോൾ ആരെ കഴിച്ച് ഞാൻ അപ്പോൾ ഗൈസ് എവിടെയോ ഒരു പഴവ് പറ്റിയിരുന്നു. ഓക്കെ, ഒരു ജനാൽ ഭാഗം ഇങ്ങനെ 2 ബ്ലോക്കായി മാറ്റി വെച്ചപ്പോൾ ഇതിങ്ങനെ വരണേ, ഇങ്ങനെ വരാൻ പാടില്ല. ഈ 2 ബ്ലോക്ക് ഒരുമിച്ചാൽ പാടില്ല, ഇതേമാതിരി വരണം, ഇതേമാതിരി ഈ ഭാഗത്തും വരണം. നമ്മൾ എന്ത് ചെയ്യും, ഈ 2 ഭാഗത്തെ ഈ മരത്തടി നമുക്ക് കുറച്ച് ബാക്കാക്കി വെക്കണം. ലേഖ അടിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ അത് രണ്ടും മാറ്റി വെച്ചിട്ട് പേരായി ഗൈസ്. അപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്യാം ഗൈസ്. എനിക്ക് മിസ്റ്റേക്ക് എവിടെയാണ് പറ്റിയെന്ന് ഇപ്പം പഠിച്ച് മനസ്സിലായത്. ഞാൻ ഈ ഇങ്ങനെ ഒരു ഭാഗം 10 അടി എന്ന് വെക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഒരടി ഇതായി, ഒരടി മുന്നിൽ പോയി, 11 ആയിരുന്നു. അപ്പോൾ ആ 11 വെട്ടി കുറച്ച് 10 ആക്കി. ഇനി സെറ്റാവുന്നതാണ് ഒരു നിയമം തന്നെ. ഈ ഒരു ബ്ലോക്കിൽ വരെ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബ്ലോക്ക് ആക്കാം. ഈ ബ്ലോക്ക് ആകുമ്പോൾ എന്താ അറിയില്ല, നോക്കാം. ഈ നൈറ്റ് ആവാനായി തോന്നുന്നു ഗൈസ്. നൈറ്റ് ആകാൻ തുടങ്ങിയാൽ പിന്നെ തുടങ്ങും സോംബിനും ക്രീപ്പറിൻ്റെ വിളയാട്ടം. ഇതിലാട്ടെ. അത് നമുക്ക് കാണുന്ന തുടങ്ങിയിട്ട് പോരാ ഗൈസ്. ഞാൻ അപ്പോൾ ഗൈസ് നമ്മൾ നേരം കുറച്ച് നീച്ചിട്ടുണ്ട്. 27ാമത്തെ ദിവസമായി, 27ാമത്തെ ഡേ ആയിപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞു പോകുന്നത്. ഉള്ളിന്ന് നോക്കുമ്പോൾ ഈ 2 ബ്ലോക്ക് ഒരുമിച്ച്, ഈ കാണുന്ന ഈ ഒരു ബ്ലോക്ക് ഒരുമിച്ച്. പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ എന്താല്ലേ ഇപ്പോൾ അതൊന്നും നോക്കണ്ട. നമുക്ക് ഉള്ളിലത്തെ കാര്യം നോക്കട്ടെ, നമുക്ക് പുറത്തത്തെ കാര്യമില്ല ഇപ്പോൾ പ്രധാനം. ഉള്ളിലത്തെ കാര്യം പ്രധാനം തന്നെയാണ്. പക്ഷെ ഇനി നമുക്കിതില്ല കേസ്. നമുക്ക് ബ്ലോക്ക് ഉണ്ടാക്കണം. നമുക്ക് അത് ഈ ഒരു ഭാഗം സംഘടിപ്പിച്ചാന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പേടി കഴിച്ച് വല്ല ക്രീപ്പറോ സ്കെൽറ്റനോ ഒന്ന് അറ്റാക്ക് ചെയ്താൽ ആയുധം പോലും ഇല്ല. മറ്റേ കോടാലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവാനായിരിക്കും. ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതും വേണ്ടേ, ഈ ഒരു വുഡും വേണം. വുഡല്ല, സ്റ്റോണും വേണം. ഈ ഒരു സ്റ്റോൺ ഇല്ലാതെ എങ്ങനെ പോകും കേസ് നമ്മൾ. ഓ പറഞ്ഞ അവിടുത്തെ ആ ഭാഗത്ത് ക്രീപ്പർ ഉണ്ട്, സോംബികളുണ്ട്, ഇല്ലാത്ത ആൾക്കാരില്ല അവിടെ. ഇല്ലാത്ത ആൾക്കാരൊന്നും ഇല്ല അവിടെ, എല്ലാവരും ഉണ്ട് അവിടെ. നമുക്ക് വേറെ ഏതെങ്കിലും ഭാഗത്ത് നോക്കാം, മൈൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു മൂഡ് ഇപ്പോഴും പോയില്ലേ ഞാൻ. ഏത് ഭാഗത്തുനിന്ന് ഇപ്പോൾ മൈൻഡ് ചെയ്യാം, ഏതൊരു ഭാഗത്തുനിന്ന് നമ്മൾ മൈൻഡ് ചെയ്യണം കഴിച്ച്. ഒരു നല്ലൊരു സ്ഥലം ഇപ്പോൾ ഇവിടെ വെള്ളമായോണ്ട് അതിലിപ്പോൾ ഇവിടെ ചെയ്യാനില്ല കഴിച്ച്, മൈൻഡ് ചെയ്യാൻ. ഇനിയിപ്പോൾ വേറെ ഇപ്പോൾ എവിടെ നിന്ന് നോക്കാം. ഇത് കുയ്യാണോ? കുഴിയാനൊക്കെയാണ് ഗൈസ്. അത്ര വലിയ ആയൊന്നുമില്ല, പക്ഷെ എന്നാലും
നമുക്ക് കയറാനൊരു ഭാഗം വേണ്ടേ? നിങ്ങൾക്ക് കയറാറില്ലേ? ഇല്ല, ഒരു ബ്ലോക്ക് കൂടി വേണം. ഒരു ബ്ലോക്ക് കൂടി മുകളിൽ പോകണം. അപ്പോൾ അത് മതി. ഇവിടുന്ന് ഇങ്ങനെ ചാടി 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 ഇങ്ങോട്ട് കയറാൻ പറ്റും. അപ്പോൾ ഇത് സെറ്റായി. നമുക്ക് ഇനി നമുക്ക് ഈ ഭാഗത്ത് മൈൻഡ് ചെയ്യാൻ തോന്നാം. മൈൻഡ് ചെയ്തിട്ട് കാണിച്ചു തരുന്നില്ല ഗൈസ്. ഞാൻ എന്താ വെച്ചാൽ കാരണം ആകെ ലാഗ് അടിച്ചിട്ടാണ്. സോറി ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഒരു സ്റ്റാക്ക് 2 3 3.5 സ്റ്റാക്ക് ഉണ്ടാക്കി ഗൈസ്. നമ്മൾ സ്റ്റോൺ ബ്ലോക്ക് ഉണ്ടാക്കി. നമുക്ക് ഇവിടുന്ന് പോവാം. കോപ്പർ വേണം, ആവശ്യമുള്ളത് തന്നെയാണ്. ആർമറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുക തന്നെയാണ്. കോപ്പർ പേടിയാണ്. കോപ്പർ അതിൽ ഇടിയൊറ്റ തട്ടിയ ചത്താൽ സീനാവൂലേ? അതിലാലും വെച്ചത് നല്ലത്. അയണൊക്കെ നല്ലത്. അയണാകുമ്പോൾ ഇതൊക്കെ ആവില്ല ഗൈസ്. അയണാകുമ്പോഴും ഇടി നമ്മൾ മേത്തിട്ടില്ലേ? തരില്ല. എന്തെങ്കിലും ആവട്ടെ, ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റിയാക്കട്ടെ. നമുക്ക് ബ്ലോക്ക് വെച്ചുകൊണ്ട് ശരിയാക്കാം. ഈ ഒരു ഭാഗത്തുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ബ്ലോക്ക് ഇട്ട് ഇതിനെ എടുത്ത് മാറ്റുക. ബടിയുണ്ട്. അപ്പം ബടി ഒരു ബ്ലോക്കൊക്കെ ഒക്കെ ശരിയായി. ഇവിടെ 2 ഓക്കെ. ഇനി ഇവിടെ വെട്ട് വെക്കാം. ഇവിടെ റെസ്പോൺ സെറ്റ് ചെയ്ത് വെക്കാൻ. സെറ്റാക്കി വെച്ചിട്ട് നല്ല കാര്യമൊന്നുമില്ല. ചത്താവ് പിന്നെ നീച്ചിട്ടില്ലല്ലോ. 4 ഭാഗത്തുനിന്ന് റെസ്പോൺ സെറ്റ് ചെയ്ത വെറുതെ. ഇവിടെ 1 ഇവിടെ 1 ഇവിടെ ഇങ്ങനെ ഇവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ. അപ്പം ഇപ്പോൾ സെറ്റായിട്ട് ഗൈസ്. ഇപ്പോൾ കറക്റ്റ് നമുക്ക് 2 വാതിൽ വെക്കാത്ത സ്ഥലമായി. ഇനി ഇവിടെയും സെറ്റ് ചെയ്യണം. ഇവിടെ ഈ ഒരു ബ്ലോക്ക്, ഇവിടെ അതേ ബ്ലോക്ക് തന്നെ. ആ വരവ് കണ്ടിട്ട് ഇങ്ങോട്ട് ചത്തുപോയി. അതിൻ്റെ പെട്ടെന്ന് ഇങ്ങോട്ട് ആ വരവ് കണ്ടപ്പോൾ ഇങ്ങോട്ട് അയച്ചാൻ. ഇവിടെ ഇങ്ങോട്ടാണ് ഒരു ഗൈസ്. എന്ത് ഒരു കൺഫ്യൂഷൻ. അല്ലല്ല, ഇവിടെ എങ്ങനെ വെച്ചാൽ അപ്പോൾ ഇത് സെറ്റായി. ഇനി ഇവിടെ അതേമാതിരി ഇവിടെ ഒരു ബ്ലോക്ക്, ഇവിടെ ഈ ബ്ലോക്ക് മൊത്തം ശരിയാക്കിയിട്ട് പോരാ. അപ്പോൾ ഗായ്സ്
വീണ്ടും പ്രശ്നം ഗൈസ്. ഇവിടെയും സെറ്റാവില്ല. ഈ ഒരു ഭാഗം സെറ്റായി. ഇതേമാതിരി വരണം ഈ ഒരു ഭാഗത്തും. പക്ഷേ ഇവിടെ ഇത് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇവിടെ ഒന്നായിട്ടും ഇവിടെ രണ്ടായിട്ടാവുന്നു. മനുഷ്യരാണ് ശക്തി. ഓടോ ഇത് എന്തും നോക്ക് കഴിച്ച് എന്തൊരു കഷ്ടം നോക്കിയത്. ആ ഒരു കുട്ടി സോമിക്ക് എന്തിൻ്റെ കേടേനിത്, എന്തും ഇതേനി. ആ സോംബി കുട്ടി കാരണം ഇനിയിപ്പോൾ എന്താ ചെയ്യുക നോക്കിയ കഴിച്ച്. നമ്മൾ കളിച്ചതൊക്കെ വെറുതെ ആയില്ലപ്പോൾ. അത് ഞാൻ ലേഖടിച്ചിട്ടാണ് മുന്നിൽ പോകാനും കഴിയില്ല. ഫോണാണ് പെട്ടെന്ന് ചൂടായാൽ പിന്നെ ലേഖടിച്ചും ചെയ്യും. അപ്പോൾ അത് കാരണം എന്തായി, ഇപ്പോൾ ഒക്കെ ഇതായി ഫോണായി പോയി. ഇനിയിപ്പോൾ ഇത് വീണ്ടും ആഴ്ച തൊട്ട് കളിച്ചതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്കൊരു ചടപ്പേകരം ഒരു ഇതേകരം. എന്നാൽ ഇവര് എവിടുന്നാണ് ഇപ്പോൾ മനസ്സിലായി. ഞാൻ കാരണം തന്നെ ഉണ്ടായത് കേസ്. ഞാൻ കാരണം തന്നെ ഉണ്ടായത്. എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ആ ഒരു ടോർച്ച് അവിടെ നിന്ന് എടുക്കാണ്ടില്ലേ, ഞാൻ ആ മറ്റേ ബ്ലോക്ക് കുഴിച്ചാനും വേണ്ടിയാണ്ട് നല്ല മൈൻ ചെയ്തു. ആ ഭാഗത്ത് നല്ല ഇരുട്ടമുണ്ട്. പിന്നെ അവിടുന്ന് ആ ബ്ലോക്ക് എടുത്ത് മാറ്റാനും മറന്നുപോയി ചെയ്ത് ഞാൻ ഓർത്തവില്ല. സ്നോബോള് ഇങ്ങനെ ഈ സോംബിങ് സ്കെൽറ്റനൊക്കെ സ്പോൺ ആവണത് ഞാൻ ഒട്ടും ചെയ്തത്. ഞാനെന്നെ കേസ് ഇത് ചാവാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞല്ലേ പേന്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം. എന്തോ ഒരു കഷ്ടം നോക്കിയത്. കഷ്ടപ്പെട്ട് ഇത്രയും ഇതാക്കി വെച്ചാണ്ട് അതിന് രാത്രി സമയത്ത് വരേണ്ട സോംബികൾ നേരം കൊടുക്കുമ്പോൾ തന്നെ ഇവർ വരികയെന്ന് വെച്ചാൽ ചെയ്യരുത്. ഒക്കത്തിന് ആ കുഞ്ഞ് അണ്ടി സോംബി കാരനാണ്. കുഞ്ഞ് സോംബി കാരണം ഇപ്പോൾ ഉണ്ടായത്. അത് കാരണം ഇപ്പം എന്താ, ഈ വേൾഡിലില്ല ഇനി എല്ലാവരും നഷ്ടപ്പെടും. ആ സോംബികൾ ചാവും, ഒക്കെ ഡീസ്പോണായി പോകും ഈ ഒരു വേൾഡിലില്ല എല്ലാവരും. ഇനിയിപ്പോൾ അതല്ല പ്രശ്നം കഴിച്ചത്. ഇനിയൊരു 30 വരെ 38 വരെ അത് 31 18 വരെ 17 വരെ എത്തിച്ചണം. 17 വരെ എത്തിച്ചുമ്പോൾ
നമുക്ക് യൂട്യൂബിൽ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ 31:18 ആവുള്ളൂ വീഡിയോസ് ഇപ്പോൾ പോണത്. ഒക്കെ കറക്റ്റാക്കിയാണ് ഇതാക്കുന്നത് വീഡിയോ ഇടുന്നത്. കറക്റ്റാക്കി വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ പോയാൽ പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇപ്പത്തേന് എന്താ പറയപ്പോ ഏതായാലും വീഡിയോ മൊത്തം ഡിലീറ്റ് ചെയ്യേണ്ടി വരും. മൊത്തം ഡിലീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലത് ലോങ് വീഡിയോ ആകുമ്പോൾ കൂടുതൽ കറക്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ആ 31:18 അത് കറക്റ്റായിട്ട് ഞാൻ പോണത്. അത് അതിൻ്റെ കൂടുതൽ പോയാൽ ആ വീഡിയോ ഇടാൻ പറ്റുമല്ലോ. പിന്നെ വീഡിയോ പിന്നെ വേറെ അതേമാതിരി വീണ്ടും 18 ഇടുമ്പോൾ പിന്നെ ആ വീഡിയോ ഇടാൻ പറ്റില്ല. അടിയിൽ ഇങ്ങനെ ഒരു റെഡ് കളറിലൊരു എഴുത്ത് വരും. അങ്ങനെ ഇതായിട്ടാണ് എൻ്റെ മറ്റേ ചാനൽ പോയത്. കറക്റ്റായിട്ട് വീഡിയോ ഇടായിട്ട് അങ്ങനെ ആ ചാനൽ പോയി. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇത്രയും ലോങ് വീഡിയോ ആക്കാൻ ഇപ്പോൾ എന്താ ചെയ്യാന്ന് ഇപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേസ്. ഞാൻ എന്നാലും ആ കുട്ടി സോംബിക്ക് എന്തിനൊക്കെ ആഡ് ചെയ്ത് ഒരാവശ്യമില്ല കഴിഞ്ഞാൽ നല്ലാൻ. ഞാൻ പെട്ടെന്ന് പറയാൻ ലാഗ് അടിച്ച കാരണം. പിന്നെ ഇത് മാത്രമല്ല, അതിൻ്റെ അടിയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ മീത്ത് ആ തീയോടി ഇതായിപ്പോയി. വെയിലുണ്ടായിട്ട് തീയിലിങ്ങനെ കത്തുമല്ലോ ഇത്. അതും നമ്മളെ ഇതിക്ക് ഡാമേജ് തന്നു. പിന്നെ സോംബി കുട്ടീൻ്റെ അതിൻ്റെ ഡാമേജും രണ്ടൊക്കെ പാടായപ്പോൾ ഇതാകാൻ കഴിഞ്ഞില്ല. ഓടാൻ നിൽക്കേന്. പക്ഷെ ഞാൻ ഓടിയിട്ട് പിന്നാലെ വന്ന് അടിച്ച് കൊണ്ടാണ് ഇപ്പോൾ ചത്തത്. അതിപ്പോൾ ആരെ ലൈഫിൽ എങ്ങനെയും രക്ഷപ്പെട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴും കളി മെയിൻറ്റെയിൻ ചെയ്ത് പോയിന്. എങ്ങനെയും ചത്തില്ലാത്ത രീതിയിൽ തന്നെ അങ്ങനെ ഒരു കണ്ടന്റ് ആയതുകൊണ്ട് താങ്ങാൻ വിചാരിച്ചതിന്. പക്ഷെ അപ്പോഴത്തേനും മറ്റേ കുട്ടി സോംബി ചത്തതുമില്ല. അത് പെട്ടെന്ന് പാഞ്ഞു വന്ന കാരണം ചത്തും ചെയ്തു. ഞാൻ വലിയ സോംബികൾ പിന്നെ പെട്ടെന്ന് വരില്ലല്ലോ. ആക്കും പോലെ എല്ലാവരും വരുള്ളൂ. ഐറ്റങ്ങൾ ആക്കും പോലെ വരുള്ളൂ. ഈ കുട്ടി സോംബിയാണ് പെട്ടെന്ന് ഒന്നും ചെയ്തു. മൈൻക്രാഫ്റ്റ് ഹാർഡ് വർക്ക് ഇവിടെ അവസാനിച്ചു ഗൈസ്. ഇനിയിപ്പോൾ വേറെ ഇപ്പോൾ ഏത് വീഡിയോ ഇട്ടാന്ന് വെച്ചാൽ അതിനും ഒരു ഇതില്ല. എന്താ പറയുക, അങ്ങനെ ഇതൊക്കെ ആവണം ഇപ്പോൾ ഇത്. അപ്പോൾ ഗൈസ് നിങ്ങൾ പറയുന്നേ ഇനി വീഡിയോ വീണ്ടും ആഴ്ച തൊട്ട് തുടങ്ങണ്ടേന്നില്ല നിങ്ങൾ പറയുക ഗൈസ്. കമൻറ്റിൽ പറയും പ്ലീസ് ഗൈസ്. നിങ്ങൾ അത് കമൻ്റ് ഒന്നും ചെയ്യണില്ല. ഓരോ വീഡിയോക്ക് കമൻറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ ഇന്നത്തെ വീഡിയോ ഇടുന്നത്, അല്ലെങ്കിൽ ആ വീഡിയോക്ക് ഒരു കണ്ടൻറ്റോ ഇതിലൊക്കെ വേണ്ടതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ കമൻറ്റ് ചെയ്യുക. നല്ല വെച്ചപ്പോൾ ആ രീതിക്ക് നിങ്ങൾക്ക് പറ്റിയ രീതിയിൽ ഇടാൻ പറ്റുള്ളൂ വെച്ച് വീഡിയോ. ഇനിയിപ്പോൾ അതല്ല ഞാൻ ദേഷ്യം പേരുണ്ട് കേസ് ആ കുട്ടി സോംബി കാരണം. ഇതാക്കിയാലെന്താ, ഈ ഒരു വേൾഡാകുന്ന നശിച്ച ദേവാരി പോകും.
പുതിയ ഇനിമകൾക്ക് വരുമില്ല ഇനി. ഒക്കെ ആ കുട്ടി സോംബി ആയിരുന്നു. പിന്നെ അതിന് വരാലെ അവസാനം കൊടുത്തത് ഞാനാണെങ്കിൽ ബ്ലോക്ക് മാറ്റാനും മറന്നതിന്. അതാകുമ്പോൾ അതിനൊന്നും കയറി വരാൻ കഴിയില്ലല്ലോ. മാത്രമല്ല ആ കുട്ടി സോംബി വരുമെന്ന് ഞാൻ വിചാരിച്ചതുമില്ല കേസ്. ഞാനത് ആ കുട്ടി സോംബി അങ്ങനെ പാഞ്ഞു വരുന്നൊന്നും ഞാൻ വിചാരിച്ചതുമില്ല. അത് പാഞ്ഞു വന്നോണ്ട് അപ്പം അതിങ്ങനെ ആയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള കേസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേസ്. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ.